ജെൽ നെയിൽ പോളിഷ്, അക്രിലിക് ജെല്ല്, അതുപോലെ തന്നെ നെയിൽ ആർട്ടിൻ്റെയൊക്കെ ക്ലാസ് 4-5 വർഷം മുന്നേ ചെയ്തിരുന്നു. പക്ഷെ അന്ന് വളരെ കുറഞ്ഞ ആളുകളാണ്. കാരണം ഈ ഒരു സംവിധാനം ഇത് ഇത്രത്തോളം അതിനൊരു പ്രാധാന്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. സലൂൺ മേഖലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നെയിൽ ആർട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒരു എക്സ്ട്രാ പൈസയും കൊടുക്കാൻ നമ്മൾ പഠിപ്പിച്ചു. ഹായ്, കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യണം. സമയത്തിൻ്റെ വളരെ പ്രശ്നമുള്ളത് കൊണ്ടും പല കാര്യങ്ങളുള്ള ഓടി കിടക്കണതിടയ്ക്ക് വീഡിയോ ചെയ്യാൻ ടൈം കിട്ടണം. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിച്ചു, അപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്ന ഒരു സംഭവമാണ് നെയിൽ ആർട്ട് അല്ലെങ്കിൽ നെയിൽ പോളിഷ് സംബന്ധമായ ജെൽ നെയിൽ പോളിഷിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ എൻക്വയറി കൂടിയത് കൊണ്ട് ഇപ്പോഴത്തെ സലൂൺ മേഖലയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നെയിൽ ആർട്ട്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ തന്നെ നമ്മൾ ഈ പറയുന്ന ജെൽ നെയിൽ പോളിഷ്, അക്രിലിക് ജെല്ല്, അതുപോലെ തന്നെ നെയിൽ ആർട്ടിൻ്റെയൊക്കെ ക്ലാസ് 4-5 വർഷം മുന്നേ ചെയ്തിരുന്നു. പക്ഷെ അന്ന് വളരെ കുറഞ്ഞ ആളുകളാണ്. കാരണം ഈ ഒരു സംവിധാനം ഇത് ഇത്രത്തോളം അതിനൊരു പ്രാധാന്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇന്നിപ്പോൾ എല്ലാവർക്കും, പ്രത്യേകിച്ചും നിങ്ങളൊരു ബ്രൈഡിനെ എന്താ പറയുക, ബ്രൈഡിൻ്റെ ഒരു വർക്ക് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ പലരും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് നെയിൽ പോളിഷ് അല്ലെങ്കിൽ ജെൽ നെയിൽ എങ്ങനെ ചെയ്യും, നമ്മുടെ നെയിൽ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒരു കൂടി വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരുടെയും അതേപോലെ തന്നെ എൻക്വയറിയും കൂടി. അപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോൾ കുറച്ച് ഓഫർ സെയിലൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു നമ്മൾ ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ടാക്കാം എന്ന് പറയുന്നത് അത്ര ഈസിയല്ല. പ്രത്യേകിച്ച് നിങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് അറിയാം, ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ടാക്കാൻ എത്ര രൂപ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ പറയാൻ പറ്റും, അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, അത് ഓരോരുത്തർ ഇതുപോലെ ഇരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു നെയിൽ ആർട്ട് കിറ്റ് എത്ര രൂപ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഈസിയായ ടാസ്ക് അല്ല. അപ്പോൾ ഞങ്ങൾ നമ്മളുടെ ഒരു പരിമിതമായ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ജെയ്സിയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ തന്നെ ചന്ദന ഉണ്ടാവും. അപ്പോൾ ജെയ്സിനോട് പറഞ്ഞിട്ട് ഞാൻ 2 കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഓഫർ സൈഡിൽ നമ്മൾ കൊടുക്കുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. ഇതിലുള്ള മെയിനായിട്ട് ആർട്ട് പ്രൊഡക്റ്റുകൾ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 10,000-ൻ്റെ കിറ്റാണ് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കണേ. അതേ സ്ഥാനത്ത് ഇവിടെ സൈഡിൽ നമ്മൾ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇത് 20,000-ൻ്റെയാണ്. അതിൽ തന്നെ നമുക്ക് ഈ 20 എന്നുള്ളത് വേണമെങ്കിൽ 1 ലക്ഷത്തിലേക്ക് വരെ കൊണ്ടുപോകാം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ എന്താ പറയുക ക്വാളിറ്റി, അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന ടൈപ്പ് പ്രൊഡക്റ്റുകൾ എന്തൊക്കെയെന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുന്നോട്ട് കാണുമ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ മുൻ വീഡിയോകളിലൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. നിങ്ങൾക്ക് പ്രത്യേകിച്ചും പ്രൊഫഷണൽ ബ്യൂട്ടി രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒട്ടനവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ മിഡാസ്beautymart കൊച്ചി എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ കുറേ കൂടി നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന വിത്തിൻ റീൽസിൽ സെക്കൻഡ്സിനുള്ളിൽ പരിചയപ്പെടുത്തുന്ന കുറച്ച് വീഡിയോസ് കാണാം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മുടെ മിഡാസ്beautymart കൊച്ചി എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി സജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ വീഡിയോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ 10,000 രൂപയുടെ ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടാകും?
ഇതിലിപ്പോ നമുക്ക് ബേസിക് ആയിട്ടുള്ള തുടങ്ങി വരുന്നുണ്ട്. ഇപ്പൊ ഫയലർ അങ്ങനെയുള്ള ഐറ്റംസ് തുടങ്ങി, ബിൽഡർ ജെല്ല്, പിന്നെ മോണോമർ. ഇതാണ് ബിൽഡർ ജെൽ. ഈ ബിൽഡർ ജെൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നെയിലിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, ബിൽഡ് ചെയ്ത് വെക്കാം. അതായത് നമ്മൾക്ക് നെയിൽ ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടോ വേണ്ടിയുള്ളവർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണിത്. ഇതാണോ പ്രൊഡക്റ്റ്? അല്ല, ഇത് നമ്മുടെ സ്റ്റോൺ ഉള്ളിലുണ്ട്. ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാണ് ബിൽഡർ ജെല്ല്. ഇതൊരു പൗഡറാണ്, ജെല്ലാണ്. ഓക്കെ, ഇതിൽ എഴുതിയിട്ടുണ്ട് UV LED ജെൽ. പലതിനും പല പേരുകളാണ് വരാം. UV LED ജെൽ എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഡ്രൈ ചെയ്യുന്നത് എല്ലാം ആ LED ലാമ്പ് വെച്ചിട്ടാണ്. അത് ഇവിടെ കാണുന്നുണ്ട്. ഈ LED ലാമ്പ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡ്രൈ ആക്കുക. നോർമൽ നെയിൽ പോളിഷ് പോലെ ജസ്റ്റ് ഇത്ര സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവില്ല. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഇത് നമ്മുടെ സ്റ്റോണൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെക്കോർ ജെല്ല്. ഓക്കെ, ഇതിന്റെ പേര് ഡെക്കോർ ജെല്ല്, അതായത് ഡെക്കറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ജെല്ല്. അപ്പോൾ നമ്മൾ നെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ നെയിൽ ആർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും, നെയിലിന്റെ മുകളിൽ ഓരോ എന്താ പറയുക, ഇതേപോലത്തെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിന്റെ മുകളിൽ പിടിപ്പിച്ച് വെക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജെല്ലാണ്. അത് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇതിൽ. ഇങ്ങനെ ഈ ഒരു ജെല്ല്, ബീഡ്സ്, അങ്ങനെ ആർട്ടുമായി ബന്ധപ്പെട്ട ഒരു 100 ഐറ്റത്തിന് മുകളിൽ ഇവിടെ ഉണ്ട്. അതിൽ കുറച്ച് ഐറ്റം മാത്രം നമ്മൾ ഇതിൽ ആഡ് ചെയ്തതാണ്. അത് ആർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മനോഭാവം അനുസരിച്ചിരിക്കും. ഓക്കെ, പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഇതിപ്പോ എക്സ്റ്റെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ബിൽഡർ ജെല്ല് ഉപയോഗിച്ചിട്ട്, അതായത് ഇതിന്റെ ഒരു ഡൈ എന്ന് പറയാം. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞ ബിൽഡർ ജെല്ല് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ നെയിലിന്റെ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു നെയിലിനുള്ളിൽ വെച്ചിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡൈ. ഓക്കെ, അപ്പോൾ ഇനി അഥവാ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണം, ഒന്ന് ചെയ്ത് നോക്കണം, പഠിക്കണം, ഒരു 1 hour ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയുള്ളവർക്കോട് വന്നു കഴിഞ്ഞാൽ ജെയ്സി പഠിപ്പിച്ച് തരും. നിങ്ങൾ പഠിക്കാനുള്ള സാധനങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്യുക, ജെയ്സിനോട് പറയാം. 1 മണിക്കൂർ നിങ്ങൾക്ക് ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ ഒരു എക്സ്ട്രാ പൈസയും കൊടുക്കാതെ നമ്മൾ പഠിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ ഉള്ള ബേസിക് വന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഫയൽ ചെയ്യാൻ, അതായത് നെയില് നമ്മൾ ചെയ്തതിന് ശേഷം ഓരോരോ ഫയൽസ് ഉണ്ട്. അതായത് സ്മൂത്തൻ ചെയ്യണതുണ്ട്, റബ്ബ് ചെയ്യണതുണ്ട്, പല ടൈപ്പ് ഉണ്ട്. ആ ഫയൽസ് ആണ് ഇതുള്ളത്. പിന്നെ അതിന്റെ ബ്രഷും കാര്യങ്ങള്, 2 ബ്രഷ്, ജെല്ലിന്റെ ബ്രഷും അക്രിലിക്കിന്റെ ബ്രഷും എടുത്തത്. അതെ, ഇതിനുള്ള 2 വരാം, ജെല്ലും വരും, അക്രിലിക്കും വരും. ആ അക്രിലിക്കിന്റെയും ഇതിന്റെ ബ്രഷസ്, പിന്നെ അതിന്റെ ഗ്ലൂ കാര്യങ്ങള്. ഇത് നെയിൽ ഗ്ലൂ ആണ് കേട്ടോ, നമ്മൾ ഒട്ടിക്കാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ആണ്. ഇത് മോണോമർ എന്ന് പറയുന്നത് നമ്മുടെ അക്രിലിക് പൗഡർ. ഇതാണ് അക്രിലിക് പൗഡർ. ഇത് 2-3 കളേഴ്സിൽ വരില്ലേ, പല കളേഴ്സിൽ വരും. ആ വരുന്ന ഇതിനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നെയിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ആർട്ട് സംബന്ധമായിട്ടുള്ള കുറച്ച് ഇത്. പിന്നെ ഇതും ആർട്ടിന്റെ തന്നെ നമുക്ക് സ്പൈഡർ ജെല്ല്. ഓക്കെ, പിന്നെ ഇത് ലൈൻ ചെയ്യാനായിട്ടുള്ളത്, കൂടുതൽ ആർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ ഇതെല്ലാം നെയിൽ പോളിഷ്, ബേസ് കോട്ട്, ഡീഹൈഡ്രേറ്റ്, പ്രൈമർ കാര്യങ്ങള്. പിന്നെ ഈ ടിപ്പ് കട്ട് ചെയ്യാനായിട്ട് നെയില് ഏത് രീതിയിൽ എത്ര എവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളത് സാധാ നെയിൽ കട്ടർ അല്ല യൂസ് ചെയ്യുക. ഇതാവുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഡിസൈൻ ചെയ്യാനും കറക്റ്റായിട്ട് കട്ട് ചെയ്യാനും, നെയിൽ പൊട്ടിപ്പോത്ത രീതിയിൽ. അതിനുള്ള സ്പെഷ്യൽ ഇതാണ്. പിന്നെ ഇതൊക്കെ ഇതിന്റെ കൂടെ വെച്ചെന്നുള്ളൂ. ഇത് നമുക്ക് ഈ സാധനങ്ങൾ ഡിസ്പ്ലേ ചെയ്യാനുള്ള ഒരു തുറന്നു ഇങ്ങനെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെച്ചിട്ട് ഡിസ്പ്ലേയിൽ എന്ത് വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇത് മാത്രമൊന്നല്ല, എന്ത് വേണമെങ്കിലും. ഇത് വെച്ചോ. ഡിസ്പ്ലേ ആയിട്ട് കൊടുക്കാം. നമുക്ക് നെയിൽ എന്തെങ്കിലും ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. ഇതില് നമ്മൾ ബോണ്ടർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡീഹൈഡ്രേറ്റർ, പ്രൈമർ, പിന്നെ ഇതിപ്പോ ഞാൻ മിൽക്കി ബേസ് കോട്ടാണ്. ഇത് ബേസ് കോട്ടിൽ തന്നെ കളേഴ്സ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് മാത്രം കൊടുത്താലും അതിന്റെ മേലെ ഇതൊരൊറ്റ ഇതിൽ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് നെയിൽ ചെയ്ത് ഡിസൈൻ ഒക്കെ ചെയ്ത് പഠിക്കാനും പിന്നെ കളറ് അടിച്ച് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ ആയിട്ടൊക്കെയുള്ള ഒരു ഇതാണ്. ഇങ്ങനെയുള്ള ഇത്രയും സാധനങ്ങൾ ഒരു ബേസിക് കിറ്റ് പോലെ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനുള്ള 10,000 രൂപയ്ക്ക് ഇപ്പൊ കിട്ടും. ഇത് വീഡിയോ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയില്ല, നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ വിളിച്ച് ചോദിക്കുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അടുത്ത വരുന്ന ഈ കിറ്റ്. ഈ കിറ്റിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ജെൽ നെയിൽ പോളിഷ് നമ്മുടെ ഇവിടെ എനിക്ക് ഒരു അബൌട്ട് 300 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതേ സ്ഥാനത്ത് തന്നെ
എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ എക്സ്പ്രസ് പോയിൽ. ഓക്കെ, അതായത് എക്സ്പ്രസ് പ്രോ എന്ന് പറയുന്ന ഒരു US ബ്രാൻഡാണ്. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. 300 രൂപ മുതൽ നമ്മൾ പറഞ്ഞു കൊടുത്ത ഒരു 1800 രൂപ വരെ വരുന്ന ജസ്റ്റ് നെയിൽ പോളിഷ് മാത്രമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഷിൽസാണ്. ഷിൽസിൻ്റെ നെയിൽ പോളിഷ് ചെയ്ത് നമുക്കൊരു 390-400 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരെണ്ണം കിട്ടും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതേപോലെ തന്നെ ക്യൂട്ടിക്കിൾ ഓയിൽ, ഇത് ഡിസൈൻ കാറ്റൈ. ഈ കാറ്റൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാഗ്നറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസുകൾ ഇതിൻ്റെ ഉള്ള കുറേ എന്താ ചെയ്യുക, കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നെയിൽസിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്, പല ഡിസൈൻസ്, കൊഫിൻസ്, അതേപോലെ തന്നെ ആൽമണ്ട്, അങ്ങനെ പല ഷേപ്പിൽ വരുന്ന ഒരു 6-7ഓളം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെയിൽ ഡിസൈൻസ് ഉണ്ട്. അത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇത് എക്സ്പ്രസ് പ്രോൻ്റെ ആണ്. ഇങ്ങനെയുള്ള ബോട്ടിൽസ് വരും. പിന്നെ ചെറുതാണ് എടുത്തേക്കണം, അതിൻ്റെ വലുതുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ആർട്ട് വർക്ക് ചെയ്യണമെങ്കിലുള്ള ബ്രഷസ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കിറ്റ് എന്ന് പറയുന്ന ഇത് നമ്മൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാറ്റൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മാഗ്നറ്റാണ്, നമുക്ക് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതുകൂടാതെ നമുക്ക് ഡ്രില്ലേഴ്സ്, നമ്മൾ ചെയ്ത ഇത് ഒഴിവാക്കി കളയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രില്ല് വേണം. അതേപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതിന് പെട്ടെന്ന് വർക്ക് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഡ്രില്ലേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് ഏകദേശം ഒരു 20,000 ഒരു കിറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഷിൽസിൻ്റെ തന്നെ അക്രലിക് പൗഡറാണ്. അക്രലിക് പൗഡർ തന്നെ നമ്മൾ ഏതാണ്ട് 2-3 കളർ വരില്ലേ, ക്ലിയർ, പിങ്ക്, ഡീപ് പിങ്ക്. മെയിൻ യൂസ് വരുന്നത് ഈ പറയുന്ന അതാണ്. പിന്നെ നമുക്ക് ഇതിനുള്ള പ്രത്യേകം ഷിൽസിന്റെ തന്നെ ബിൽഡർ ജെല്ലാണ്, അതായത് നമ്മൾ മോണോമറായിട്ട് മിക്സ് ചെയ്തിട്ട്. ഇത് രണ്ടുമാണ്. ഓക്കെ, ഇത് ജെല്ലാണ്. ഇത് ഓൾറെഡി ജെല്ലായിട്ട് തന്നെയുള്ള പരുവത്തിലാണുള്ളത്. ഇത് പൗഡറായിട്ടാണ് വരിക. ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുക ചെയ്യും. ശരിക്കും ഒരു തുടക്കക്കാർക്ക് പഠിക്കാൻ ഏറ്റവും നല്ലത് ജെല്ലായിട്ട് തന്നെയുള്ളതാണ്, മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മിക്സിംഗ് നല്ല ഡിപ്പിംഗ് ആണ്. പിന്നെ അതിന്റെ ക്ലെൻസർ, നെയിൽ ക്ലെൻസർ, അക്രിലിക് റിമൂവർ. അതായത് അക്രലിക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഇത് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ പറ്റൂല. നമുക്ക് അതിന് പകരമായിട്ട് അക്രലിക്കിന്റെ റിമൂവ് ചെയ്യാനുള്ള സ്പെഷ്യലായിട്ടുള്ള അതിന്റെ എന്താ പറയുക ലിക്വിഡ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഇപ്പോൾ ഒരു ബേസിക് കിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഈ നെയിലിൻ്റെ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾ കാണിച്ചു തരാം. കാരണം അത് എത്രത്തോളം വലിയൊരു സെഗ്മെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒരാൾ വന്നിട്ട് അപ്പം നമുക്ക് ഇത് ചെയ്യാനായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു സെഗ്മെന്റ് ആണ്. അതിൽ തന്നെ അതിന് വേണ്ടിയിട്ട് കുറേ അധികം പ്രൊഡക്റ്റുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന്, കാരണം ഒരു വീഡിയോ കുറച്ച് നീളം കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഓടിച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണിച്ചു തരാൻ പറ്റില്ല. ഇതിൻ്റെ A to Z ഓരോ ആർട്ട് വർക്കിനുള്ള പല ടൈപ്പ് ബ്രഷസ് അല്ലേ. ഇത് അക്രിലിക്കിന്റെ യൂസിനാണ്. ഇത് ജെൽ ബ്രഷ്, ജെല്ല്. ഇതാണ് അക്രിലിക്കിന്റെ ബ്രഷ്. ഇത് ലൈൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇതിലെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാവും. ഏകദേശം ബിൽഡർ ജെല്ലിന്റെ അതുകൊണ്ട് അക്രിലിക്കിന്റെ ഉണ്ട്, പിന്നെ ഡിസൈൻ ചെയ്യാനുള്ളതും ഏകദേശം വരുന്നുണ്ട്. ഇത് നമുക്ക് ഡോട്ടിംഗ് ടൂൾസ് ഉണ്ടാവും. ഇത് നമുക്ക് മറ്റേ ഫ്ലവേഴ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി, മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രഷ് വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രഷിൽ തന്നെ ഓരോരോ പർപ്പസ് അനുസരിച്ചിട്ട് പല ടൈപ്പ് ബ്രഷുകളുണ്ടാവും. ഇത് ജെല്ലാണ്, ജെൽ ബ്രഷ്. അതുപോലെ തന്നെ നെയിൽ കട്ട് ചെയ്യാനുള്ള നമ്മളവിടെ കാണിച്ച ടിപ്പ് കട്ടർ. പിന്നെ ഇങ്ങനെ ആർട്ട് വർക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ജസ്റ്റ് ഇതിൽ കാണിച്ചോ. ഇത് നമ്മുടെ എന്താ പറഞ്ഞ പേര്, ഇതിനെ നമുക്ക് നൈറ്റ് ഗ്ലോ പൗഡർ. അതായത് നമ്മൾ ഈ ഫ്ലൂറസെന്റ് കളേഴ്സൊക്കെ ഈ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് ഗ്ലോ ചെയ്യണുണ്ടല്ലോ, അതുപോലെ നമ്മുടെ നെയിൽസ് ഗ്ലോ ചെയ്യും. ഈ കളറ് നമ്മൾ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും നമ്മുടെ നെയിൽസ് മാത്രമായിട്ട് തിളങ്ങി നിൽക്കും. അപ്പോൾ വലിയൊരു പാർട്ടിയിലൊക്കെ പോണ സമയത്ത് നിങ്ങളെ കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, ഒരു വെളിച്ചം കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും. അങ്ങനെ അതിനെക്കുറിച്ചുള്ള A to Z ടൂൾസാണ് ഈ കാണുന്ന മുഴുവൻ. നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പല ഡിസൈനിലുള്ള സാധനങ്ങൾ. അതുപോലെ ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിലെ കല അനുസരിച്ചിരിക്കും ഇതിൽ ഡിസൈൻ ചെയ്യണം. ഇനി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടാണ്. ഇത് ക്രോം പൗഡർ അല്ലേ? ഓക്കെ, നമുക്ക് നെയിലിന് ആവശ്യമുള്ള കളർ കൊടുക്കാൻ പറ്റും ഈ ജെൽ നെയിൽ പോളിഷ് ഇല്ലെങ്കിൽ പോലും. ക്രോം. ഓക്കെ, പിന്നെ കുറഞ്ഞ ടൈപ്പ് ഇതേപോലത്തെ നെയിൽസ് ഒട്ടിക്കാനായിട്ട് മാത്രം ചെയ്താൽ മതി എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതൊക്കെ പൊടിയൊക്കെ ഒന്ന് തട്ടി കളയാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഡിസൈൻ മോഡലിൽ തന്നെ വരുന്നത്. ഇത് നമ്മളിവിടെ ചെയ്യണ ഒരു പ്രീമിയം ബ്രാൻഡാണ് എക്സ്പ്രസോ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ 300 രൂപ മുതലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ജെൽ നെയിൽ പോളിഷിന് റേറ്റ് വരുമ്പോൾ 1600 വരും.
അതുപോലെ ക്യാറ്റൈ. ഇതിന് എത്ര എമൗണ്ട് വരും? 1800. അപ്പോൾ എക്സ്പ്രസോ എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ കുറഞ്ഞ ജെൽ പോളിഷ് ഉപയോഗിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒരു 2-3 സ്ട്രോക്ക് ചെയ്താൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. പക്ഷേ ഇത് നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങൾക്ക് അറിയാൻ പറ്റും ജസ്റ്റ് ഒറ്റ സ്ട്രോക്കിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഇത് കിട്ടും. അതുപോലെ തന്നെ ഇത് ബ്രഷ് സെറ്റാണോ? അത് ഓക്കെ. ബ്രഷിൻ്റെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യും. ഇത് ഇതിനുള്ള ജെല്ലിനും അക്രിലിക്കും ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാനാണ്. ഒരു ഫുൾ സെറ്റാണ് വരിക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ക്യൂട്ടിക്കൽ ഓയിൽസ്, ഇത് എന്തിനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരൂല. അപ്പോൾ അതുകൊണ്ട് പിന്നെന്താ അതിനോട് കാണിക്കാനുള്ളത്? കുറേ സാധനങ്ങളുണ്ട് കാണിക്കാനായിട്ട്. ഇതെന്ത് സംഭവം? ഇത് നമ്മുടെ നെയിലിൽ ഡിസൈൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുണ്ട്, നെയിൽസിൻ്റെ പല ഡിസൈൻസിലുള്ള നെയിൽസ് നമുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മൾ എനിക്ക് ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ആ നെയിൽസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുത്തി വെക്കാൻ പറ്റും. അപ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഡിസൈൻസ് നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ കാണിക്കാനായിട്ട്. പിന്നെ ഇതിലുള്ളത് ലൈൻ ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ ആർട്ട് വർക്കുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ എന്ത് സാധനം? വെറുതെ ഒട്ടിക്കുന്നു, നോർമലി വെറുതെ ഒട്ടിക്കുന്നു ടിപ്സ്. പിന്നെന്തുള്ളത്? ഇത് ബ്ലൂമിങ് ഇങ്ക്. ഇതൊക്കെ നിങ്ങളിവിടെ വന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ മറ്റുള്ള ടെക്നിക്കൽ സൈഡിലുള്ള സാധനങ്ങൾ ഇതൊക്കെ നെയിലുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ്. ഇതൊക്കെ എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരൽ ബുദ്ധിമുട്ടാവും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് ഒട്ടിക്കണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാൽ ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഡിസൈൻസൊക്കെ വരുന്നത് ഇത് ജസ്റ്റ് ഒട്ടിച്ചാൽ മാത്രം മതി. താൽക്കാലിക സെറ്റപ്പ്. ഇതാണ് ശരിക്കും പ്രൊഫഷണൽ റേഞ്ചിൽ. അതുപോലെ തന്നെ നെയിൽ പോളിഷിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ വേറൊരു നെയിൽ പോളിഷിൻ്റെ ഇതങ്ങ് വെച്ചേക്ക് നെയിൽ പോളിഷിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഏകദേശം ഒരു 300 റുപ്പീസ് ഒരു 1800 വരെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു ഷിൽസിൻ്റെ ഒരു സ്പെഷ്യൽ ഓഫേഴ്സ് നിങ്ങൾക്കുണ്ട്. ഏകദേശം 65 നെയിൽ പോളിഷ് തന്നെ ഒരു കിറ്റ്. അപ്പോൾ ഏകദേശം 300 രൂപ ഏതാണ്ട് 19,000 രൂപ അടുത്ത് വരും. പക്ഷേ ആ സാധനം ഇപ്പോൾ നമ്മൾ എത്രയ്ക്ക് വെക്കണേ? ഇപ്പോൾ ഓഫർ പ്രൈസ് വരുമ്പോൾ 9,000 റുപ്പീസിന് നിങ്ങൾക്ക് ആ ഫുൾ സെറ്റ്. ഞാനത് വീഡിയോ കാണിച്ചു തരാം. നിങ്ങളെ വീഡിയോയിൽ സാധനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫറിൽ ഇപ്പോൾ ജെൽ പോളിഷ് കിട്ടുമെന്ന് പറഞ്ഞാൽ ഏകദേശം 65ഓളം കളേഴ്സ് ഈ ഒരൊറ്റ കിറ്റിലുണ്ടാവും. ഒരു 300 റുപ്പീസ് വെച്ച് കൂട്ടി കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഇപ്പോൾ MRP വരുന്നത് 18,000 പക്ഷേ ഈ ഒരു കിറ്റ് നിങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ 9,000 രൂപയ്ക്ക് ഈ കാണുന്ന ഫുൾ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന ഇതെല്ലാം അതാണ്. കുറച്ചുണ്ടായിരുന്നൊക്കെ തീർന്നു പോയതാണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, പ്രത്യേകിച്ചും ജെല്ലിൻ്റെ നെയിൽ ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കളേഴ്സ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ഓഫർ ഉണ്ട്, നിങ്ങൾക്കത് യൂട്ടിലൈസ് ചെയ്യാം. എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ കുറേ ജുവല്ലറീസ് ഈ തവണ നല്ലൊരു ഓഫറിൽ ഏകദേശം 40-50% വരെ ഓഫറിൽ ഈ കാണുന്ന ജുവല്ലറി മുഴുവൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വന്നിട്ട് വാരി എടുക്കാവുന്ന രീതിയിലൂടെ ഇഷ്ടംമാതിരി വാരിയിട്ടുണ്ട്. ഈ കാണുന്ന ഇതിൻ്റെ ഈ കാണുന്ന സാധനങ്ങൾ മുഴുവനുണ്ട്. നിങ്ങൾക്ക് അപ് ടു 50% ഓഫറിൽ വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വരാ നോക്കിയെടുക്കുക. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം വർക്ക് റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ജുവല്ലറിയുടെ കാര്യം പ്രത്യേകം പറയാൻ കാരണം സീസൺ ആയ കാരണം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതെല്ലാം ജുവല്ലറീസ് എല്ലാം ഇവിടെ നമ്മൾ ഇങ്ങനെ ഇട്ടേക്കണമെന്നുള്ളൂ. അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആ ജുവല്ലറി സെക്ഷനിൽ അത് കാണിച്ചു കൊടുക്കാം. ആ ജുവല്ലറി സെക്ഷനിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അപ് ടു 50% വരെ ഓഫ് ഉണ്ട്. ഇത് നമ്മുടെ സുഹൃത്ത് എൻ്റെ ഒപ്പം കോളേജിൽ പഠിച്ചാണ്. ഞാൻ ഇപ്പോൾ ഇവനോടൊപ്പം ഉണ്ടപ്പോൾ വെറുതെ എങ്ങനെയുണ്ട് ഞങ്ങൾ മിഡാസ്? അടിപൊളിയല്ലേ? അടിപൊളിയാണ്. അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ അങ്ങനെ പറയുള്ളൂ. അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കാണിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഡീറ്റെയിൽസ് ഉണ്ട്, ദയവ് ചെയ്ത് ഫോൺ ചെയ്തിട്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നല്ല തിരക്കിൻ്റെ സമയത്ത് നിങ്ങൾ ചോദിച്ചാൽ ആർക്കും അത് മറുപടി പറയാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും അവർക്ക് ജാടയാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഇവിടുത്തെ നിലവിൽ കടയിൽ വന്ന കസ്റ്റമേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കെയർ ചെയ്തിട്ട് വന്ന ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞു തരാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത്. ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരിക. വന്നിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാനും നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ സ്റ്റാഫും കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇങ്ങോട്ട് വരിക. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ഇനിയും ക്രിയേറ്റ് ചെയ്യാം.
അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക. ഒപ്പം ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.